1 യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നു, ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു, എന്നാൽ നാമും നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അതൊരു കമാൻഡാണ്, അതൊരു സജഷൻ അല്ല, അതൊരു കമാൻഡാ. സഹോദരന്മാരെ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതല്ലയോ? നമ്മളും കഴിയുമെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയൊക്കെ ജീവനെ വെച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ആത്മീയ അനുഭവത്തിലേക്കൊക്കെ വളരുന്നത് നന്നായിരിക്കും, എപ്പോഴെങ്കിലും, ഇപ്പോൾ പറ്റിയില്ലെങ്കിലും എന്നല്ല ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എൻ എക്സോർട്ടേഷൻ, ഇറ്റ് ഈസ് എ കമാൻഡ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് an encouraging words, or it's not just asking you to do something if it is possible, not like that. If you are a real Christian, it is our responsibility to see that we are laying down our life for our friend, our brethren. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഓൾസോ വി ആർ ബെയറിംഗ് വൺ അനദേഴ്സ് ബർഡൻ. ഇന്റർസെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ ഭാരം ഞാൻ എടുത്ത് വെക്കുകയാണ്. ഐ എം ഷെയറിംഗ്, ഐ എം ടെല്ലിംഗ്, ഓക്കെ, ഇനി ഞാൻ നോക്കിക്കോളാം നിന്റെ കാര്യം, ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് മൈ ബർഡൻ, അല്ലേ? ഞാൻ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഷെയറിംഗ് ദ സഫറിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്റർസെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ കഷ്ടതയൊക്കെ നമ്മൾ പങ്കാളികളാകുന്ന, അതൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. വെൻ വി ഇന്റർസീഡ്, ഇന്റർസെഷൻ ഈസ് റിയൽ സഫറിങ്, ആൻഡ് വി ആർ സഫറിങ്, വി ആർ ഷെയറിംഗ് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്. ഇന്റർസെഷൻ എന്ന് പറയുന്നത് അത്ര മോശം കാര്യമോ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമുക്കിത് ഈസിയാണെന്ന് തോന്നുന്നത് നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളോ അല്ലെങ്കിൽ അങ്ങനെ കാണുന്നതുകൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്, സഭായോഗത്തിൽ സങ്കീർത്തനം വായിച്ചു കഴിയുമ്പം, നോർമൽ ചർച്ചസിലെ കാര്യം ഞാൻ പറയുന്നത്, സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എടുത്തു വരാം, ഇന്ത്യയോട് പ്രാർത്ഥിക്കാം, വടക്കേ ഇന്ത്യയിൽ സുവിശേഷം വരുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ബർമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് കുഞ്ഞച്ചായൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കുഞ്ഞച്ചായ എന്നുള്ള പേര് കേൾക്കുമ്പോൾ അച്ചായനും പെട്ടെന്ന് ഓർക്കുന്നത് എന്നെയാണ്, എന്തിനാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന് അറിയത്തില്ല. അച്ചായൻ വേറെ എന്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെന്തോ ഈ ഒടുവിൽ കർത്താവെ പാസ്റ്റർ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇങ്ങനെ ഒരു മൂളിപ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ ദൈവം അങ്ങ് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ എന്ത് ഈസി ആയിരുന്നല്ലേ. സോ ഇന്റർസെഷൻ ഈസ് നോട്ട് എ സ്മോൾ തിങ്. ഐ വിൽ ടെൽ അബൌട്ട് ഇറ്റ് ലേറ്റർ. ഒത്തിരി നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട്, ഒത്തിരി നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ബട്ട് ഇന്റർസെഷനെ കുറിച്ചുള്ള ഒരു നല്ല ഒരു ഇതാണ്. ഇറ്റ് ഇസ് എ ഒരു ട്രയാങ്കിളാണ്. പ്രേയറിലെ, പ്രാർത്ഥനയിൽ ഒരു ട്രയാങ്കിളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ദാറ്റ് ഇസ് എന്താണ്, നമ്മൾ ഉപമയുണ്ടല്ലോ, നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുന്ന ഉപമയാണല്ലോ. അപ്പോൾ ആ ഉപമയിലെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് വായിച്ചാൽ എന്താണ്, അവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? എനിക്ക് അപ്പം തരണമെന്ന് പറയാനല്ല, എൻ്റെ ഒരു സ്നേഹിതൻ വന്നു, വഴിയാത്ര എൻ്റെ അടുത്ത് വന്നു, അവന് കൊടുക്കാനായിട്ട് 3 അപ്പം വായ്പ തരണം. ഇതാണ് ഇന്റർസെഷൻ. മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ ഇതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയുമാണ്. ഈ സിമ്പിളായിട്ട് പറയാത്തതുകൊണ്ടാണ് നമുക്കിത് പലപ്പോഴും എന്താണ്, ഇതിനകത്ത് വേറെ വലിയ അർത്ഥങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. സോ സിമ്പിൾ, എത്ര സിമ്പിളാ. എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ അടുത്ത് വന്നു, അവന് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നില്ല. ആർക്ക് വിശക്കുന്നു? എൻ്റെ സ്നേഹിതന് വിശക്കുന്നു, അവന് കൊടുക്കാൻ 3 അപ്പം വായ്പ തരണം. ദിസ് ഈസ് സിമ്പിൾ ഇന്റർസെഷൻ. വളരെ സിമ്പിളാണ്. എനിക്ക് വിശക്കുന്നു, എനിക്ക് അപ്പം തരണം എന്ന് പറയുന്നത് മേ ബി ഇറ്റ് ഈസ് എ പ്രയർ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ആൻ ഇന്റർസെഷൻ. പക്ഷേ എൻ്റെ സ്നേഹിതന് വിശക്കുന്നു, അവന് ഭക്ഷണം വേണമെന്ന് പറയുന്നതാണ് ശരിക്കും മധ്യസ്ഥത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മളുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെർസിസ്റ്റന്റ്. നമ്മൾ ഇതിനകത്ത് വാസ്തവത്തിൽ എന്താ, ശരിക്കും ഇവൻ എന്ത് ചെയ്യുന്നില്ല, ഈ അപ്പം കിട്ടാതെ അവൻ അവിടുന്ന് പോകുന്നില്ല. അപ്പം മധ്യസ്ഥത എന്ന് പറയുന്നത് ചുമ്മാ പ്രാർത്ഥിച്ചേച്ച് പോകുന്നതല്ല. മധ്യസ്ഥത എന്താണ്? പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അവന് ലഭിക്കുന്നത് വരെ തുടർമാനമായി, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സ്നേഹിതനുണ്ട്, അവന് കിട്ടുന്നത് വരെ. കാര്യം അവന് കിട്ടിയില്ലെങ്കിൽ പലപ്പോൾ ഒരുപക്ഷെ അവൻ പോയി എന്താ ചെയ്യുന്നത് അറിയത്തില്ല. അപ്പൊ എൻ്റെ വീട്ടിൽ വന്ന അവന് ഞാൻ കഴിക്കാൻ അപ്പം കൊടുത്തില്ലെങ്കിൽ അവൻ നാളെ രാവിലെ എഴുന്നേറ്റ് പിന്നെയും വിശന്ന് തന്നെ പോവുകയാണെങ്കിൽ സംഭവിക്കുന്നത്, ഗാർബേജിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും ഇവൻ എന്ത് ചെയ്യും? എടുത്ത് തിന്നും. നമ്മളുടെ സഭകളിലൊക്കെ പലപ്പോഴും പറ്റുന്ന പ്രശ്നം, നമ്മളുടെ സഭകളിലേക്ക് വിശപ്പോടെ വരുന്നവരെ വിശന്നവരായി മടക്കി വിടുമ്പോൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഗാർബേജിൽ പിശാച് കൊണ്ട് ഗാർബേജ് ഇട്ടിരിക്കുകയാണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ്? അവനത് തിന്നും. അതുകൊണ്ട് വിശന്നവരായിട്ട് എൻ്റെ അടുത്ത് വരുന്നവൻ അപ്പം കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ച് അവൻ അപ്പം കൊടുക്കുക എന്ന് പറയുന്നത് ആരുടെ ചുമതലയാണ്? എൻ്റെ ചുമതലയാണ്, സഭയുടെയും ചുമതലയാണ്. ഞാൻ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ പറയുന്നത്, ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. വി നീഡ് ടു സീ that we are praying for people who are in need, spiritual need and physical need, of course. നമ്മളല്ല, ഗുസ്താവോ ഗുട്രസ് പറഞ്ഞൊരു വാചകം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. My bread is my physical need and bread for my brother is my spiritual need. എൻ്റെ അപ്പം എൻ്റെ ഫിസിക്കൽ നീഡാണ്. നമ്മൾ പറയുന്നത് എൻ്റെ അപ്പം എൻ്റെ ഫിസിക്കൽ നീഡ്, അവൻ്റെ അപ്പം അവൻ്റെ ഫിസിക്കൽ നീഡ് എന്നല്ല. എൻ്റെ അപ്പം എൻ്റെ ഫിസിക്കൽ നീഡാണ്, പക്ഷെ എൻ്റെ സഹോദരൻ്റെ അപ്പം എൻ്റെ സ്പിരിച്വൽ നീഡാണ്. അവിടെയാണ് എനിക്ക് ഇന്റർസീഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇന്റർസീഡ് ചെയ്യുന്നത്? ആ ബോധ്യം, ദാറ്റ് ഈസ് മൈ സ്പിരിച്വൽ നീഡ്.
എൻ്റെ അടുത്ത് വരുന്ന വ്യക്തിയുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുക എന്നുള്ളത് എൻ്റെ ആത്മീക ആവശ്യമാണ്. Only when I see it as my spiritual need, I start praying, crying, interceding, standing before the Lord. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ചെന്ന് നിൽക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് എന്താണ്, ഇന്റർസെഷൻ ഈസ് സംതിങ് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ പെറ്റീഷൻ, ഇറ്റ് ഈസ് എ പൊസിഷൻ. നമ്മൾ ഇന്റർസെഷൻ എന്ന് പറയുന്നത് ഒരു പെറ്റീഷൻ എന്നുള്ള നിലയിലാണ് കാണുന്നത്. നോ, ഇറ്റ് ഈസ് എ പൊസിഷൻ. യു ആർ ഗെയിനിങ് എ പൊസിഷൻ. ദാറ്റ് ഈസ് യുവർ റിവാർഡ്. വാട്ട് ഈസ് ദാറ്റ് പൊസിഷൻ? യു ആർ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദാറ്റ് പേഴ്സൺ ആൻഡ് ഗാഡ്. ദൈവത്തിനും ആ വ്യക്തിക്കും മധ്യത്തിലേക്ക് കയറി നിന്ന് ആ ഒരു പൊസിഷനിലേക്ക് കയറി നിൽക്കാൻ ദൈവം എന്ത് ചെയ്യുന്നു? എന്നെ പ്രാപ്തനാക്കുന്നു. അതാണ് വാസ്തവത്തിൽ ഇന്റർസെഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇന്റർസെഷൻ ഈസ്, ഓഫ് കോഴ്സ്, ഞാൻ ബേർഡൻ എടുക്കുന്നുണ്ട്, ഞാൻ സഫർ ചെയ്യുന്നുണ്ട്, ഞാൻ കഷ്ടം അനുഭവിക്കുന്നുണ്ട്, ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നീഡ്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് പെർസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം ഗെയിനിങ് എ പൊസിഷൻ. വാട്ട് ഈസ് ദാറ്റ് പൊസിഷൻ? God allows me to stand in between me and that person and God. ദൈവത്തിനും ആ വ്യക്തിക്കും ഇടയ്ക്ക് കയറി നിൽക്കാനായിട്ട് ദൈവം എനിക്കൊരു പൊസിഷൻ തരികയാണ്. പക്ഷെ ആ പൊസിഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങളോട് നമ്മൾ ഓർക്കണം. വി നീഡ് ടു ഐഡന്റിഫൈ വിത്ത് ദാറ്റ് പേഴ്സൺ. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഐഡന്റിഫൈ വിത്ത് ദാറ്റ് പേഴ്സൺ. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ ഉപമയിൽ തന്നെ വിശപ്പില്ലാത്തവനായ വ്യക്തി വിശക്കുന്നവനെ പോലെ ചെന്ന് എന്ത് ചെയ്യാണ്? അപ്പം യാചിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. വയറ്റുവേദനയ്ക്ക് വേണ്ടി ഒരാൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്, എനിക്ക് വയറ്റുവേദനയില്ല, പക്ഷേ വയറ്റുവേദന ഉള്ളവനെ പോലെയാണ് ഞാൻ എവിടെ ചെന്ന് നിൽക്കുന്നത്? ദൈവത്തിനെ സന്നിധിച്ച് നിൽക്കുന്നത്. കടം കയറി മുടിഞ്ഞ ഒരുത്തൻ എനിക്ക് വേണ്ടി എന്നോട് പറയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ, ഐ എം ടോട്ടലി ഇൻ എ ഡെസ്പറേറ്റ് സിറ്റുവേഷൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങിച്ചിട്ട് ഓർക്കുന്ന പോലുമില്ല. അത് മേനി പറയുന്നൊന്നുമല്ല. ഞാൻ ദൈവം അങ്ങനെ ഒരു പക്ഷേ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ മതി, അത്രയും മതിയല്ലോ. പക്ഷേ കടം കയറി പ്രയാസപ്പെട്ട് വരുന്ന ഒരു വ്യക്തി എന്നോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കൊന്നും വേണ്ട, എൻ്റെ ഒരു സഹോദരൻ കടക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കടം കയറി ആത്മഹത്യ ചെയ്യാൻ പോകുന്നവന്റെ മനോഭാവത്തോടുകൂടെ വേണം ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ. അപ്പോഴാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഇന്റർസെഷനുള്ള എൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇഫ് യു ആർ നോട്ട് റെഡി ടു ഐഡന്റിഫൈ വിത്ത് ദ പേഴ്സൺ, യു ഹാവ് നോ റൈറ്റ് ടു സ്റ്റാൻഡ് ബിഫോർ ഗാഡ് ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പേഴ്സൺ. സോ യു ക്യാൻ ഇന്റർസെഡ് ഫോർ എ പേഴ്സൺ ഓൺലി ഇഫ് യു ആർ റെഡി ടു ഐഡന്റിഫൈ വിത്ത് ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയുമായിട്ട് ഏകീഭവിക്കുവാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്റർസീഡ് ചെയ്യാൻ, മധ്യസ്ഥ അണയ്ക്കുവാനുള്ള യോഗ്യതയില്ല. എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് കാര്യം. അതാണ് അടിസ്ഥാനപരമായി നമ്മൾ ദൈവത്തിനും ഒരു വ്യക്തിക്കും ഇടയിൽ നിൽക്കുന്ന പൊസിഷനിലേക്ക് കയറണമെങ്കിൽ ഏത് കാര്യത്തിനും ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. വി ആർ എൻറ്ററിങ് ഇൻ ടു എ ഡിഫറെന്റ് പൊസിഷൻ. സോ വി നീഡ് ടു സീ ദാറ്റ് വി ആർ പേയിങ് എ കോസ്റ്റ്. വാട്ട് ഈസ് ദാറ്റ് കോസ്റ്റ്? എന്താ ആ കോസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഐഡന്റിഫൈയിങ് വിത്ത് ദാറ്റ് പേഴ്സൺ. രോഗിയായ ഒരു വ്യക്തിയുടെ വേദന നമ്മൾ മനസ്സിലാക്കണം, അറിയണം. പൗലോസ് പറയാണ്, പല സമയത്തും ഞങ്ങൾ കഷ്ടതയിലായത് എന്തിനാണെന്നറിയാമോ? ഞങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിൽ നിന്ന് ദൈവത്തോട് നിങ്ങൾക്ക് ആശ്വാസം തന്നെ, ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് ചെന്ന് നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ആ ഒരു പൊസിഷനിലാകുക. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഹെപ്പറ്റൈറ്റിസ് വൈറൽ അറ്റാക്ക് വന്നപ്പം ഞാൻ ഇൻഫാക്ട് ഐ വാസ് സീയിങ് ഡെത്ത് ഫേസ് ടു ഫേസ്. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ എന്തിനാ ദൈവം എനിക്ക് ആ ഒരു സ്റ്റേജ് എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു ചിന്ത, മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു ഡെത്ത് ബെഡിൽ കിടക്കുന്ന ഒരാളോട് സാരമില്ല എന്ന് പറയണമെങ്കിൽ എനിക്ക് ആ ഒരു സ്റ്റേജിലൂടെ പോയെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ നമ്മൾ കർത്താവിനോട് നന്ദി പറയണം. കാര്യം മനുഷ്യനുമായിട്ട് ഏകീഭവിക്കുവാൻ ദൈവം എനിക്ക് തരുന്ന ഒരവസരമാണ്. ഇത് ഇച്ചിരി കടന്ന കയ്യിൽ ഒരു സ്റ്റോറി അല്ല, സംതിങ് ഹാപ്പൻ. സെർബിയയിൽ നിങ്ങൾക്കറിയാമല്ലോ, സെർബിയയിലെ ഭരണത്തിനുണ്ടായ പ്രശ്നം, റഷ്യൻ പട്ടാളമൊക്കെ ഇവിടെ കടന്നു കയറി ആക്രമണമൊക്കെ നടത്തിയ സമയത്ത് ഒരു മഠം, ഈ കന്യാസ്ത്രീ മഠത്തിൽ പട്ടാളം ഇങ്ങനെ മെതിച്ച് നടക്കുകയാണ്. അവർ എല്ലാവരെയും കൊള്ളയടിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും എല്ലാം ചെയ്യുന്ന സമയത്ത് ഇവരൊടുവിൽ ഒരു ആശ്വാസം കിട്ടാനായിട്ട് ചെല്ലുന്നത് ഈ കന്യാസ്ത്രീ മഠത്തിലാണ്. അപ്പം കന്യാസ്ത്രീ അമ്മമാരെല്ലാം പറയും, സാരമില്ല കുഞ്ഞെ, സാരമില്ല മോളെ, സാരമില്ല മോനെ എന്നൊക്കെ പറയും. അപ്പോൾ അതിനകത്തെ ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ അവരോട് പറയുമ്പോഴത്തേക്ക് അവർ ഞങ്ങളോട് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് പറയാം. കാര്യം അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരിക്കലും അതിനൊരു ഉത്തരം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇതിനകത്ത് ഒരു സ്ത്രീ, ആ സ്ത്രീ എഴുതിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് കഥ പറയുന്നത്. ഒരു ദിവസം ഈ കന്യാസ്ത്രീ മഠവും പട്ടാളക്കാർ കയറി ആക്രമിച്ചു. കന്യാസ്ത്രീകളിൽ പലരെയും അവർ ബലാത്സംഗം ചെയ്തു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ ഒരു കന്യാസ്ത്രീ മനസ്സിലാക്കി അവർ ഗർഭിണിയാണെന്ന്. അവർ മദർ സുപ്പീരിയറിന് എഴുതിയൊരു കത്ത്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ എഴുതിയിരിക്കുന്ന, അമ്മേ, എനിക്കിനി ഒരു പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ച് എനിക്ക് ഈ ഓർഡറിൽ നടന്നു പോകാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഐ എം ബെയറിങ് എ ചൈൽഡ് ഇൻ മൈ വൂം. പക്ഷേ
ഞാൻ ഈ കുഞ്ഞിനെ വളർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് മഠം വിട്ടു പോകണമെന്ന് എനിക്കറിയാം. എന്നാൽ മഠം വിട്ടു പോയാൽ ഞാൻ എൻ്റെ പാവപ്പെട്ട സഹോദരിമാരുടെ, ഗ്രാമത്തിലെ എൻ്റെ സഹോദരിമാരുടെ അടുത്തേക്ക് ചെല്ലും. ഞാൻ ആ കുഞ്ഞിനെ വളർത്തും. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ആശ്വാസമുള്ളൂ. ഇനി അവർക്ക് എന്നോട് അപമാനിക്കപ്പെടുക എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. ചങ്ക് പൊട്ടിക്കുന്ന ഒരു കത്താണ് ആ സ്ത്രീ പറയുന്നത്, ആ കന്യാസ്ത്രീ പറയുന്നത്. ഈ അവസ്ഥയിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടത് അങ്ങനെയുള്ള വ്യക്തികളോട് സാരമില്ല മോളെ എന്ന് എനിക്ക് ഇന്ന് പറയാൻ കഴിയേണ്ടതിന് വേണ്ടിയാണ്. ഇതാ വാസ്തവത്തിൽ ഇന്റർസെഷന് പറ്റുന്ന, അതാണ് ഐഡന്റിഫൈയിങ് എന്ന് പറയുമ്പോഴത്തേക്ക്. അവിടെയാണ് നമ്മൾ ഏകീഭവിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രയാസപ്പെടുമ്പോൾ, ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ കടന്നു പോയാലും ഇല്ലെങ്കിലും എന്താണെങ്കിലും ആ വ്യക്തിയുടെ ഷൂവിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ ഷൂവിൽ നിന്നുകൊണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇന്റർസെഷൻ വെറും വാക്കുകൾ കൊണ്ടുള്ള കളിയായിരിക്കും. രണ്ടാമത് നമ്മൾ ദിസ് ഈസ് ദ ബേസിക് തിങ്. ജീസസ് ഡിഡ് ദ സെയിം. ജീസസ് ഐഡന്റിഫൈഡ് വിത്ത് മാൻകൈൻഡ്. യേശു കർത്താവ് എന്ത് ചെയ്തു? മനുഷ്യനുമായിട്ട് ഏകീഭവിച്ചു. ഏകീഭവിച്ചു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഏകീഭവിച്ചു? ഏത് മനുഷ്യനും ദൈവത്തിന്റെ അടുത്ത് ചെല്ലാവുന്ന രീതിയിൽ, ഏത് മനുഷ്യനും യേശുവിന്റെ അടുത്ത് ചെല്ലാവുന്ന രീതിയിൽ. എപ്പോൾ വേണമെങ്കിലും യേശുവിന്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നിനക്കിത് മനസ്സിലാകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വീടില്ലാത്ത ഒരുത്തിന് യേശുവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ യേശുവിനോട് പറയാൻ പറ്റും, കർത്താവേ നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചവനാണ് യേശു. നല്ല വേദോസം പറയുന്നത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകാൽ അവനെ പുൽത്തൊഴുത്തിൽ കിടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചതുപോലും എവിടാന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. പുൽത്തൊഴുത്തിൽ ജനിച്ചോന്ന് പോലും നമുക്ക് ജനിക്കാനൊരു സ്ഥലമില്ലാത്തൊരു വ്യക്തി, മരിക്കാനൊരു സ്ഥലമില്ലാത്ത വ്യക്തി. നല്ല ചോദിക്കേ, ജനിക്കാനൊരു സ്ഥലമില്ലാത്ത വ്യക്തിയായിരുന്നു യേശു. മരിക്കാനോ? സ്വന്തം തോളിൽ തല ചായച്ച് മരിച്ചൊരു വ്യക്തി. അവൻ ആരോടാണ് ഐഡന്റിഫൈ ചെയ്യാതിരിക്കുന്നത്? ആർക്കാണ് അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ കടന്നു പോകുന്ന കഷ്ടത്തെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല എന്ന് പറയാൻ കഴിയുന്നത്? അപമാനത്തിന്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. യേശുവിനെ അവൻ്റെ സമൂഹത്തിലെ ആളുകൾ വിളിച്ചിരുന്നത് മറിയയുടെ മോനെ എന്നാണ്. നമ്മളെയൊക്കെ അങ്ങനെ അമ്മയുടെ പേര് കൂട്ടിയൊന്നുമല്ലോ വിളിക്കുന്നതാണോ? അപ്പൻ്റെ പേര് കൂട്ടിയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് അമ്മയുടെ പേര് കൂട്ടി വിളിക്കുന്നത്? അവൻ്റെ നാട്ടുകാർ പറഞ്ഞത് അവൻ അപ്പനില്ലെന്നാണ്.